ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗം തുറക്കണമേ, നിൻ്റെ അനന്തമായ കൃപ വർഷിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സമാധാനമായിട്ട് ജീവിക്കാനുള്ള വലിയൊരു കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ സഹായിക്കണമേ, കൂട്ടായിരിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 33 വചനം ഇങ്ങനെ പറയുന്നു: അബ്രഹാം ബേർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യനായ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു. അബ്രഹാം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. അബ്രഹാം ബേർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു. അബ്രഹാം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. എൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ വചനം എന്നെ ഒത്തിരി കാര്യം പഠിപ്പിച്ചിരുന്നു. കാരണം ഏതാണ്ട് ഒരു 2002 മുതൽ ഞാൻ എൻ്റെ സ്വന്തം വീട് വിട്ടതാണ്. സ്വന്തം വീട് വിട്ട് ജോലിയുടെ ഭാഗമായിട്ട്, പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി മാറി താമസിക്കുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. സ്വന്തം സ്ഥലം ഇടുക്കിയാണ്, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി ആ ഒരു റീജിയനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ദേശം വിട്ട് പോവേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാവാം. പ്രത്യേകിച്ച് ജോലിയുടെ കാര്യത്തിൽ അല്ലെ. നമ്മുടെയൊക്കെ ഒത്തിരി സഹോദരങ്ങൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പലരും ഒത്തിരി സങ്കടത്തോടെയൊക്കെ വിളിച്ചൊരു പ്രാർത്ഥനാ സഹായമൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ നിന്നൊരു വീട് ശരിയാവുന്നില്ല, താമസിക്കാനൊരു സ്ഥലം ശരിയാവുന്നില്ല, ഒരു വാടകയ്ക്കൊരു വീട് കിട്ടുന്നില്ല. ഇനി വാടകയ്ക്ക് താമസിക്കുന്നവരായിക്കൊള്ളട്ടെ, ശരിക്കും 11 മാസം കഴിയുമ്പോൾ ഇറങ്ങിക്കൊടുക്കണം, പുതിയ വീട് അന്വേഷിക്കണം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം, സ്ഥലം വാങ്ങിക്കണം എന്ന് കരുതിയാൽ പോലും നമുക്ക് ഒത്ത് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അഥവാ ഇനി അവിടെ വീട് വെച്ചാൽ തന്നെ, സ്ഥലം വാങ്ങിച്ചാൽ തന്നെ അവിടെ ഒരു സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥമായിട്ട് താമസിച്ച് പോകാൻ പറ്റുന്നില്ല. അധികം താമസിയാതെ അവിടുന്ന് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് നടേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന കാര്യങ്ങളിൽ, താമസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് അബ്രഹാം നമുക്കൊരു മാതൃക തരുന്നത്. അബ്രഹാം ബേർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ചു. ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ചു. നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തി. അപ്പോൾ അബ്രഹാത്തിന് കിട്ടിയ ഒരു റിവാർഡ് ഇതാണ്: അബ്രഹാം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. ആമോസ് 9:15 ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്: അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും, ആരും അവരെ പിഴുതെറിയില്ല. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും, ആരും അവരെ പിഴുതെറിയില്ല. അപ്പം ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അബ്രഹാം എന്തിനാണ് ഈ ഭാനുക വൃക്ഷം നട്ടത്? മറ്റെത്രയോ മരങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റെത്രയോ വിത്തുകളുണ്ടായിരുന്നു. ഇതൊന്നും നട്ടുപിടിപ്പിക്കാതെ അബ്രഹാം ആ ദേശത്ത്, ഫിലിസ്തീയുടെ ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാനുക വൃക്ഷമാണ് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കാം ഈ ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കാൻ കാരണം? എന്താണ് ആ ഭാനുക വൃക്ഷം? അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇതാണ്, ടാമറിസ്ക് ട്രീ എന്നറിയപ്പെടുന്നത്. ടാമറിസ്ക് ട്രീ. അതിന് കുറേ പ്രത്യേകതകൾ ഇങ്ങനെ പറയുന്നുണ്ട്. എപ്പോഴും അതൊരു പച്ചപ്പായിരിക്കും, കാരണം അതിൻ്റെ ഇല ഉണങ്ങാറില്ല. എപ്പോഴും ഇങ്ങനെ പച്ചപ്പായിരിക്കും. ഒരു എവർഗ്രീൻ നേച്ചർ അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കാനായിട്ട് പലരും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ഭാനുക വൃക്ഷം, അതിൻ്റെ ചെടി നമ്മൾ വീടുകളിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു കൾച്ചർ പണ്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞ് കേട്ടത്. ഒരു പുതിയ ബിഗിനിങ് അത് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ്. ഒരു പ്രത്യാശയാണ് സൂചിപ്പിക്കുന്നത്. എന്നും ഈ വൃക്ഷത്തെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രത്യാശ, കാരണം ഒരു പച്ചപ്പാണ്, എവർഗ്രീൻ നേച്ചറാണ്, അപ്പോൾ ഒരു പ്രത്യാശയാണ്.
അത് സംഭവിക്കും, അല്ലെ അത് നടക്കും, അത് സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശ. അപ്പോൾ മുമ്പോട്ട് ജീവിതത്തെ നന്നായിട്ട് നയിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട്, എ ബെറ്റർ ഡേയ്സ് എഹെഡ്. മുമ്പോട്ടുള്ള ദിനങ്ങൾ ഭംഗിയുള്ളതായിരിക്കും, മുമ്പോട്ടുള്ള ദിനങ്ങൾ ഒരു അനർത്ഥവും കൂടാതെ നല്ല ഭംഗിയുള്ളതായിരിക്കും എന്ന് ആ വൃക്ഷം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് പറയുന്നൊരു മെസ്സേജ് ഇതാണ്, ടു പ്രൊവൈഡ് ദ ഷെയ്ഡ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. എന്ന് വെച്ചാൽ വരും തലമുറയ്ക്ക് ഒരു തണലായിട്ട് ആ വൃക്ഷം മാറും എന്നാണ് അന്ന് കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഇത് ഹൈലി ഒരു മെഡിസിനൽ പ്ലാന്റാണ് ഈ ടാമറിസ്ക് ട്രീ, ഭാനുക വൃക്ഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസസ്, ഈ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം അത് ഭയങ്കര ഒരു മെഡിസിനൽ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഡിസീസസ്, വയറുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ്, മുറിവുകൾ ഉണ്ടാകുമ്പോൾ, ഡയബറ്റിക്സ്, അതുപോലെ ഡെൻ്റൽ പ്രോബ്ലംസ്, പല്ലിൻ്റെ പ്രോബ്ലംസ്, എന്ന് വെച്ചാൽ ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പാർട്ടുമായി ഇതിനെല്ലാം ഒരു മെഡിസിനൽ പ്ലാന്റാണ് ഈ ഭാനുക വൃക്ഷം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെയൊന്നും നാട്ടിലൊന്നും ഇറ്റ്സ് നോട്ട് അവൈലബിൾ, അത് അവൈലബിൾ അല്ല. ഇനി അവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ ചെല്ലുന്നിടത്ത് ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിൽ അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഒരു നേച്ചർ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എവർഗ്രീൻ നേച്ചറാണ്, ഒരു പുതിയ തുടക്കമാണ്, അതൊരു പ്രത്യാശ നൽകുന്ന ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നു, ഒരു വരും ദിനങ്ങൾ ഭംഗിയുള്ളതായിരിക്കും എന്നൊരു മെസ്സേജ് അതിൽ തരുന്നു. ഇനി ഫ്യൂച്ചർ ജനറേഷൻസിന് ഒരു തണലായിട്ട് അത് മാറുന്നു എന്ന് വെച്ചാൽ അബ്രഹാം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്തോട്ട് പറിച്ച് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥനയാവുന്ന ഒരു ഭാനുക വൃക്ഷം അവിടെ നട്ടേ പറ്റൂ. നമ്മൾ പ്രാർത്ഥനയാവുന്ന ഒരു ഭാനുക വൃക്ഷം അവിടെ നട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിലൊരു വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാൻ കുറച്ച് ഷെയർ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് വീടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വീടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് മനസ്സിനിണങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതിക്കിണങ്ങിയ ഒരു പ്രൈവസി ഉള്ള ഒരു വീടൊക്കെ ഒത്തു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഒത്തു കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, ഏത് സമയത്ത് നമുക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയാണ് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 11 മാസം കഴിയുമ്പോൾ റെൻറ്റ് കൂട്ടും, ഹൈക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇത് വാടകയ്ക്ക് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ്. അല്ലെങ്കിൽ പുറത്ത് ജോലിക്കൊക്കെ പോയിട്ട് റെൻറ്റിനൊക്കെ വീടൊക്കെ എടുത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഒരു സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കുമ്പോൾ പോലും ഒത്തിരി പേര് പരാതി പറയുന്ന അല്ലെ വിഷമിക്കുന്നൊരു ഫാക്റ്റുണ്ട്. അവിടെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, മൊത്തം തടസ്സങ്ങളാണ്, രോഗം വിട്ടൊഴിയുന്നില്ല എന്നൊക്കെ ഒത്തിരി ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനാ സഹായത്തിനൊക്കെ ഒത്തിരി പേരിങ്ങനെ ചോദിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, വസ്തുവിൽപ്പന നടക്കുന്നില്ല, കടബാധ്യത നീങ്ങുന്നില്ല, കടം ഒഴിഞ്ഞിട്ട് സമയമില്ല, വിദ്യാഭ്യാസ അനുഗ്രഹമാകുന്നില്ല, അല്ലെ ആഹാരങ്ങൾ എല്ലാം പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പം അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരു പ്രാർത്ഥനയാവുന്ന ഒരു ഭാനുക വൃക്ഷം അവിടെ നട്ടുപിടിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇതൊരു സീക്രട്ടാണ്. ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പം എവിടെയെങ്കിലും റെൻറ്റിന് താമസിക്കാൻ പോകുന്നു, ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു വീട് ചെന്ന് കണ്ടു, വീട് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒന്നാമത് ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പതുക്കെ ഞാൻ കുർബാനയിൽ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് അത് മുമ്പ് കൈവശപ്പെടുത്തിയിരുന്നവർ, ഇപ്പം അത് എൻ്റെ ഉടമസ്ഥൻ ആരൊക്കെയാണോ അവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുടുംബത്തിലെ ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന ലഭിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഇത് ഒരു കുടുംബത്തിൽ നിന്ന് മരിച്ച ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, മരിച്ചുപോയ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു നവംബർ മാസം മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സഭ നമുക്ക് മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ആ ആത്മാക്കൾ വളരെയധികം ആഗ്രഹിക്കും. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബം അവിടെ വരണമെന്ന് അവർ ശക്തമായിട്ട് ആഗ്രഹിക്കും. ഓക്കെ, ഇത് ഇൻഡയറക്റ്റായിട്ട് നടക്കുന്ന ഒരു കാര്യം.
അപ്പം പതുക്കെ 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 അതിനുള്ള വഴികളെല്ലാം തെളിയുന്നു. നമ്മൾ പതുക്കെ അവിടെ ഇങ്ങനെ താമസം തുടങ്ങുന്നു. താമസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ആ ഭവനത്തിൻ്റെ ഓണർ അവരുടെ കുടുംബക്കാർക്കെല്ലാം വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ശക്തമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ 2 ഗുണമാണ്. അത് നിൻ്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സഹോദരൻ്റെ നന്മയാണ്, അതിൻ്റെ ഇരട്ടി നന്മ നിനക്ക് ലഭിക്കും എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സഹോദരന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നമ്മൾ കൊടുക്കാൻ തുടങ്ങും. കാരണം എന്നെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നമ്മളായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ പറിച്ച് നടപ്പെടുന്നു. അപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ കുറേ വ്യക്തികളുണ്ട്, ഓഫീസിൻ്റെ ഓണേഴ്സ്, കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവർക്കെല്ലാം നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അവിടെ എല്ലാം നമ്മൾ പ്രാർത്ഥനയാവുന്ന ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ചേ പറ്റൂ. അത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. ആ ഭാനുക വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത, അതൊരു എവർഗ്രീൻ നേച്ചറാണ്. അതിൻ്റെ പച്ചപ്പ് ഒരിക്കലും മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന് അത് ആവശ്യമാണ്. കാരണം ആ വ്യക്തികളുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ശരിയല്ലേ? അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ, അതുപോലെ ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളവരുടെ രക്ഷ, ഒരു സാൽവേഷൻ, ഇതിനൊക്കെ വേണ്ടിയാണ് ഈശോ മരിച്ചത്. അപ്പം ഈശോയുടെ ഒരു ആവശ്യമായിട്ടത് മാറുവാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ആ കുടുംബത്തിനെ ഒരു രക്ഷയിലേക്ക് പയ്യെ നയിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ദൈവം നമ്മളൊരു കൃപ ചൊരിയും. അവിടെ താമസിക്കാനുള്ള ഒരു കൃപ നമുക്ക് ദൈവം തരാൻ തുടങ്ങും. അതാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, അബ്രഹാം ഫിലിസ്തീൻ്റെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അങ്ങനെ അതൊരു ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ആദ്യ കുറേ നാളുകളിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ തടസ്സമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒത്തിരി നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു 6 മാസക്കാലം നന്നായിട്ട് നമുക്കൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറി നിൽക്കുമ്പോൾ. കാരണം സാഹചര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നു. ആ വീടുമായിട്ടൊന്ന് ഇണങ്ങണം, ആ സ്ഥലമായിട്ടൊന്ന് ഇണങ്ങണം, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പ്രോപ്പർ ആവണം. ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ് കണക്ഷൻസ്, ബാക്കി കാര്യങ്ങൾ എല്ലാം നമുക്ക് പ്രോപ്പർ ആവണം. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, സ്കൂൾ ഫെസിലിറ്റീസ്, ഓഫീസിലേക്ക് പോയി വരുന്ന ട്രാൻസ്പോർട്ടേഷൻസ്, എല്ലാ കാര്യങ്ങളും. പള്ളി അടുത്തായിരിക്കണം, അത് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു നടന്നെത്താൻ ദൂരത്തൊരു ദേവാലയമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. എനിക്കെന്തോ ദൈവം അനുഗ്രഹിച്ച അതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. തൊട്ട് മുറ്റത്ത് തന്നെയാണ് പള്ളി, ഒരു ലത്തീൻ പള്ളിയുണ്ട്. ഞങ്ങൾ അവിടെയാണ് കുർബാനയ്ക്ക് ഡെയിലി പോകുന്നത്. നമ്മുടെ ഇടവപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ പോകണം. സാധാരണ ഞായറാഴ്ചകളിലാണ് ഇടവപ്പള്ളിയിൽ പോകുന്നത്. ബാക്കി ദിവസങ്ങളിലെല്ലാം നമ്മുടെ തൊട്ട് വാതൊക്കെ ഒരു ലത്തീൻ പള്ളിയുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടന്നാൽ പള്ളിയിലെത്തും. ശരിക്കും പള്ളിയിൽ മണിയടിക്കുന്നത് നമുക്ക് കേൾക്കാൻ വീട്ടില്ല. കാരണം അത്രയ്ക്ക് അടുത്ത് ദൈവം ഒരുക്കി തന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എറണാകുളത്തോട്ടൊക്കെ മാറുമ്പോൾ ഒറ്റ കണ്ടീഷനാണ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ നിന്നെ ആരാധിക്കാനായിട്ട് ഒരു ദേവാലയം അടുത്തുള്ള ഒരു വീട് എനിക്ക് തരണേ, ആരാധിക്കാനായിട്ട്. കാരണം വന്ന് ആരാധിക്കാനായിട്ട് ദേവാലയം അടുത്തുള്ള, അതാ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞത്, നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആരാധന നടത്തി. ആ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് നമ്മൾ ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ ദൈവത്തെ കൊണ്ട് ആരാധിക്കണം. ഇനി ഞാനൊക്കെ എല്ലാ ദിവസവും മിക്കവാറും രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് ആരാധിക്കും കർത്താവിനെ, അങ്ങനെ ആരാധിക്കും. ഞാനിങ്ങനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കും. കർത്താവെ എനിക്ക് വേണ്ടി മരിച്ചവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി മുൾമുടി അടിച്ചവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി തുപ്പലുകൾ ഏറ്റുവാങ്ങിയവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇഞ്ചിഞ്ചായി പീഡയേറ്റവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ഒറ്റപ്പെട്ടവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹം കർത്താവ് തരും, കൃപകൾ നിറയും. ശരിക്കും വിശുദ്ധരൊക്കെ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അഗസ്തിനോസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, 1000 ധ്യാനങ്ങൾ കൂടുന്നതിനെ കഴിഞ്ഞും ഒരു ഭയങ്കര കൃപയിലേക്ക് നമ്മളെ നയിക്കപ്പെടുന്നത് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ ഏറ്റുചൊല്ലി സ്തുതിക്കുമ്പോൾ ആ ഓരോ പീഡകളും നമ്മുടെ മനസ്സിൽ വന്നിട്ട്, കാരണം നമുക്ക് വേണ്ടിയാണ്
അതവൻ ഏറ്റുവാങ്ങിയത്. അതിങ്ങനെ ഓർത്ത് നമ്മളങ്ങ് സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു കൃപ, സമാധാനം, ശാന്തത ഒക്കെ പതുക്കെ അങ്ങ് ചുറ്റുപാടും വ്യാപരിക്കാൻ തുടങ്ങും. പതുക്കെ ആ ഭവനം ഒരു ബ്ലെസ്സിങ്ങിലേക്ക് പയ്യെ മാറാൻ തുടങ്ങും. സമാധാനം വ്യാപരിക്കാൻ തുടങ്ങും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ആവാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളും പതുക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച്ഡ് ആവാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് വീണ്ടും ചില അസ്വസ്ഥതകൾ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു എൽഡറിനെ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സങ്കീർത്തനം 91 കൈകൊണ്ട് എഴുതാൻ പറഞ്ഞു. ഇങ്ങനെ 91 കൈകൊണ്ട് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ കൈകൊണ്ട് എഴുതി. അതൊരു 13 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. 13 പ്രാവശ്യം എഴുതിയിട്ട് ആ പേപ്പർ പയ്യെ മടക്കി വീടിന് ചുറ്റും വീട്ടിലെ എല്ലാ റൂമിലും ആരും കാണാത്ത രീതിക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ അതൊന്ന് പ്ലേസ് ചെയ്യാൻ തുടങ്ങി. വീടിന് ചുറ്റും ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്തൊക്കെ പയ്യെ എഴുതി വെക്കും. ബെഡിൻ്റെ അടിയിൽ, വിൻഡിൻ്റെ ബാക്കിൽ, അവിടെ എല്ലാം ഇങ്ങനെ വെക്കും. എല്ലാ റൂമിലും ഈ സങ്കീർത്തനം 91 ഒരു കോപ്പി ഉണ്ടാവും. വീടിന് ചുറ്റും ഉണ്ടാവും. ഈ പൈപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ തിരികെ കയറ്റി വയ്ക്കും. അതപ്പം ആരും കാണില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബാക്കി ഒരു അസ്വസ്ഥതകളും നമ്മളെ പിന്നെ ബാധിക്കത്തില്ല. കാരണം ഒരു സംരക്ഷണത്തിൻ്റെ മതിൽ നമ്മൾ പണിയുക. ദൈവവചനത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ കർത്താവിൻ്റെ സംരക്ഷണമാണല്ലോ. ആ സംരക്ഷണത്തിൻ്റെ ഒരു മതിൽ പണിയുക. അനാവശ്യമായിട്ട് ഒരാൾ കോമ്പൗണ്ടിനുള്ളിൽ കയറില്ല, ആരും കയറില്ല, വീടിനകത്തോട്ട് ആരും കയറില്ല. കാരണം അവർ വാതിൽക്ക വന്ന് നിന്ന് സംസാരിച്ചിട്ട് പോകത്തുള്ളൂ. അനാവശ്യമായിട്ട് ആരും കയറില്ല, ഒരു അസ്വസ്ഥതയില്ല. പതുക്കെ ഈ പ്രാർത്ഥന അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു വീട്ടിലേക്ക് ഒരു 7 വർഷത്തോളം താമസിച്ചു. കാരണം 1 വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരു 7 വർഷത്തോളം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പം ഒരു ചെറിയ വീടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നു. നമുക്കൊരു ഇച്ചിരി കൂടി സൗകര്യമുള്ള ഒരു വീട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴും ഒരൊറ്റ കണ്ടീഷൻ വെച്ചുള്ളൂ, കർത്താവേ പള്ളി അടുത്ത് വേണം, ഒരു നല്ലൊരു വീട് ഒരുക്കി തരണേ. അങ്ങനെ പതുക്കെ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. മനസ്സിൽ 2 പേരെ ഇങ്ങനെ കാണിച്ചു തന്നു. അതിൽ ആദ്യത്തെ ആളെ തന്നെ വിളിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ പയ്യെ നടക്കാൻ തുടങ്ങി. അപ്പം അവിടെ ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ആ വീട് ഫ്രീ ആവും, നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞു. ആ സമയം തൊട്ട് ആ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കിട്ടാൻ പോകുന്ന വീടിന് വേണ്ടി പയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു അക്രൈസ്തവരുടെ വീടാണ്. ആരായിക്കൊള്ളട്ടെ, ക്രിസ്ത്യൻസോ അക്രൈസ്തവരോ ആരായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും ഉള്ളിലൊരു ആത്മാവുണ്ടല്ലോ. സകലരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. അപ്പോൾ നമ്മൾ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. പതുക്കെ ആ വീടിനെ സമർപ്പിച്ച് പയ്യെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ ശുദ്ധീകരണ സ്ഥലത്ത് വേദനിപ്പിക്കുന്ന ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുറ്റുപാടും താമസിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വീട്ടിലെ ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ജീവിത വരുമാന മാർഗ്ഗങ്ങൾ, അവരുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണേ. അങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ അതിൻ്റെ സാഹചര്യം എല്ലാം തെളിഞ്ഞു വന്നു. നമുക്ക് ബാക്കി അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വന്നു. നേരത്തെ പള്ളിയോട് ഒരു 200 മീറ്റർ അപ്പുറേ താമസിച്ചെങ്കിൽ ഇന്ന് പള്ളിയോട് ഒരു 30 മീറ്റർ ഗ്യാപ്പിൽ ആ വീട് ദൈവം ഒരുക്കി തന്നു. അത് നല്ലൊരു വീട്, നല്ലൊരു ഒറ്റ കോമ്പൗണ്ടിൽ നല്ലൊരു വീട് കർത്താവ് ഒരുക്കി തന്നു. ഇനിയും ഉറപ്പാണ് അവിടെ അനേകം നാൾ താമസിക്കാനുള്ള ഒരു അനുഗ്രഹം കർത്താവ് തരും. ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മാത്രം മതി. അബ്രഹാം ചെയ്ത കാര്യം. അബ്രഹാം ബേർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിച്ചു. നമുക്കും ഒരു പ്രാർത്ഥനയാവുന്ന ആ ഒരു ഭാനുക വൃക്ഷം നട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുടുംബങ്ങൾ, ഇനി സ്വന്തമായിട്ട് താമസിക്കുന്ന കുടുംബങ്ങളായിക്കൊള്ളട്ടെ, പ്രാർത്ഥന ഉയരാതെ നമുക്കൊന്നും ശരിയാവില്ല. ഒരു സമാധാനം നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിലെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾ വേറെ ആരും ഇല്ല പ്രാർത്ഥിക്കാനായിട്ട്, വേറെ ആരുമില്ല, നമ്മളോ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഒരു വൈദികൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനൊരു കാര്യം ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്തിട്ട് അത് പറഞ്ഞു തന്നെ. അതായത് ഒരു ഹൈ റേഞ്ചിൽ ഒരു സ്ഥലത്ത് അച്ഛനിങ്ങനെ വികാരിയായിട്ടിരിക്കുകയാണ്. അവിടുത്തെ പള്ളിപണി നടക്കുന്നില്ല. പള്ളിപണിക്ക് ഒരു ഫൗണ്ടേഷൻ പണിതിട്ടേക്കാണ്. ഒരു 10-14 വർഷമായിട്ട് ഈ പള്ളിപണി നടക്കുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അവിടെ പ്രത്യേകിച്ച് ഒരു റോഡില്ല.
അങ്ങനെ റോഡെല്ലാം ഇങ്ങനെ കുണ്ടും കുഴിയായിട്ട് വണ്ടിയൊന്നും പോകത്തില്ല. അങ്ങനെ ഒരു എന്തോ ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര അകലിച്ച, അതുപോലെ തന്നെ അവിടെ ഒരു അനുഗ്രഹമില്ല അവിടെ. അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അച്ഛൻ അവിടെ ഇടവക വികാരിയായിട്ട് ചെന്നു. പതുക്കെ ഒരു 1-2 മാസം കൊണ്ട് കംപ്ലീറ്റ് ഒരു കൾച്ചർ മനസ്സിലായി, ഒരു രീതി മനസ്സിലായി, അവിടുത്തെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായി. അങ്ങനെ അച്ഛനിരുന്ന് ആരാധനയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കൊടുത്ത ആദ്യത്തെ ഒരു സന്ദേശം ഇതായിരുന്നു: രാത്രി 2 മണിക്ക് അവിടുത്തെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് വേനവയ്ക്ക് ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു മാസം കണ്ടിന്യൂസ് ചെയ്യണമെന്ന് അച്ഛനെന്തോ ഒരു ഇൻസ്പിറേഷൻ വന്നിട്ട് അച്ഛനൊരു മെസ്സേജ് കിട്ടിയിട്ട് അച്ഛനതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ വൈദികൻ രാത്രി 2 മണിക്ക് എണീറ്റ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഇടവകയിൽ നിന്ന് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ കുർബാനയിൽ അഴിയാത്ത ഒരു കെട്ടുമില്ല, പരിശുദ്ധ കുർബാനയിൽ മോചനം പ്രാപിക്കാത്ത ഒരാത്മാവും ഇല്ല. അങ്ങനെ ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് അടുത്തൊരു മെസ്സേജ് കൊടുക്കുന്നു: ഒരു അഖണ്ഡ ജപമാല ചൊല്ലണം. അങ്ങനെ 24/7 കണ്ടിന്യൂസ് അച്ഛൻ 1 മാസം ജപമാല വെച്ചു. 30 ദിവസം കണ്ടിന്യൂസ് ജപമാല വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് 1 മണിക്കൂർ മാത്രം ഗ്യാപ്പുണ്ട്. അതിലൊരു കുർബാനയും ചെറിയൊരു സന്ദേശവും. ബാക്കി കണ്ടിന്യൂസ് ജപമാലയാണ്, പകലില്ലാതെ കണ്ടിന്യൂസ് ജപമാലയാണ്. അപ്പോൾ അച്ഛനെ കണ്ടീഷൻ വെച്ചിരിക്കുന്ന 2 മണിക്കൂർ ഒരു സ്ലോട്ട് ഞാൻ ഇന്ന കുടുംബങ്ങളെ ഞാൻ അതിനകത്തിടും. അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സും അവിടെ ഇന്ന് ആ ഇടവകയിലുള്ള എല്ലാ മെമ്പേഴ്സും മാൻഡേറ്ററി ആണ് അവിടെ വന്ന് ജപമാല ചൊല്ലിയിരിക്കണം. അപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം ഈ കുടുംബങ്ങൾ തമ്മിൽ ഭയങ്കര അകലിച്ചായിരുന്നു, പരസ്പരം ചേരില്ല. അപ്പോൾ അച്ഛൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നല്ല സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന വൈദികരൊക്കെ നമ്മുടെ ഇടവകയിലൊക്കെ ഉണ്ടാവണം. ചില പ്രശ്നത്തിനൊക്കെ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കർത്താവ് അതിനുള്ള കൃപ വൈദികർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അച്ഛൻ ചെയ്ത കാര്യം ഇതാണ്: ആ ഒരു 2 മണിക്കൂർ സ്ലോട്ടിൽ ഈ പരസ്പരം അകന്ന് നിന്ന കുടുംബങ്ങളെ ഒരുമിച്ചിരുത്തി ജപമാല ചൊല്ലിപ്പിക്കും, ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കും. പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഈ അകന്നിരിക്കുന്ന കുടുംബങ്ങൾ 2 മണിക്കൂർ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ഐക്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങും. ഈ ഭിന്നതയുടെ ആത്മാവ് പോകും. കാരണം പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പം പതുക്കെ ഈ ജപമാല ചൊല്ലി ഇറങ്ങിക്കഴിയുമ്പോൾ 2 മണിക്കൂർ ജപമാല ചൊല്ലി ഇറങ്ങിക്കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഐക്യപ്പെടുവാണ്. അങ്ങനെ അഖണ്ഡ ജപമാല കഴിഞ്ഞ ഉടനെ അവിടുത്തെ കുടുംബങ്ങളുടെ ആ ഭിന്നതകൾ മുഴുവൻ പോയി ഈ ഇടവക സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി മാറിയപ്പോൾ ഗവൺമെൻറ് പുതിയൊരു റൂള് വന്ന് പതുക്കെ അവിടെ ഒരു റോഡ് വന്നതിൻ്റെ തൊട്ട് പുറകെ അവിടെ ഒരു 4-5 ഏക്കർ ഏലത്തോട്ടമുണ്ട്. ഏലത്തിന് ചരിത്രത്തിലില്ലാത്ത വിലയിലേക്ക് കയറി. ഏതാണ്ട് ഒരു 5500-6000 രൂപ വന്ന സമയമുണ്ടായിരുന്നു. അത് ആ സമയമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഏലത്തിന് വില കൂടുന്നു. അങ്ങനെ അവരൊരു ഡ്രയറൊക്കെ പണിയുന്നു. അങ്ങനെ വിത്തിൻ ഒരു 4 മാസത്തിനുള്ളിൽ കാഞ്ഞിരപ്പള്ളി ഡയോസിസിൽ അതിമനോഹരമായ ഒരു ദേവാലയം അവിടെ പൊങ്ങി. അതിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞ എങ്ങനെയാണ്: പണ്ട് എങ്ങാണ്ട് ഒരു മനുഷ്യൻ 10-20 വർഷം മുമ്പ് ഒരു ഈട്ടിത്തടി വെട്ടി. അവിടെ ഒരു പറമ്പിൽ നിന്നുള്ള വലിയ ഈട്ടിമരമായിരുന്നു. ഈട്ടിത്തടി വെട്ടി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് പൊക്കി. എന്നിട്ട് ഈ തടി ഈ മനുഷ്യനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ അവിടെ മണ്ണിനടി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പള്ളി പണിയാന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വന്ന് പറഞ്ഞ്, അച്ഛൻ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഫോറസ്റ്റുകാരെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാങ്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഈട്ടിത്തടി പള്ളിക്ക് വേണ്ടി എടുത്തു. ആ പള്ളിയുടെ ജനൽ കതക് മുഴുവൻ ആ ഈട്ടിത്തടി കൊണ്ടാണ്. കർത്താവ് 20 വർഷം മുമ്പ് ഒരു മനുഷ്യനെ കൊണ്ട് ഈട്ടിത്തടി വെട്ടിച്ച് മണ്ണിൻ്റെ അടി പുതപ്പിടിപ്പിച്ചു ഈ ദേവാലയത്തിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ കെട്ടുകളഴിയും. പെട്ടെന്ന് അവിടെ റോഡായി അതിമനോഹരമായൊരു ദേവാലയമായി. ദൈവത്തെ ആരാധിക്കാൻ ജനത്തിന് നല്ലൊരു ദേവാലയം ദൈവം സമ്മാനമായി കൊടുത്തു. അതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥിച്ചു തുടങ്ങാം. അവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം, ശക്തമായിട്ട് അവിടുത്തെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം, അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം. അങ്ങനെ ഒരു പ്രാർത്ഥനയാവുന്ന ഒരു ഭാനുക വൃക്ഷം നമുക്കും നട്ട് വളർത്തി പരിപാലിച്ച് അതിൻ്റെ ഫലം നമുക്ക് കായ്ക്കാം. എന്നും പച്ചപ്പുള്ളതുപോലെ സദാ ദിവസവും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥന മുടക്കാതിരിക്കാം. അതുപോലെ തന്നെ അത് നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. വരും തലമുറ അതോടുകൂടി അനുഗ്രഹിക്കപ്പെടുകയാണ്. നാളെ നമുക്ക് ഒരു നല്ല ദിവസമുണ്ട്. അത് നമുക്കത് സൂചിപ്പിക്കുന്നു. എന്നും പ്രത്യാശ നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് അത് നയിക്കപ്പെടും. എന്നും ജീവൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കും. അവിടെ രോഗങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. സകല രോഗത്തെയും നമ്മുടെ പ്രാർത്ഥന തുടച്ചു നീക്കും. ഇനി സ്കിന്നിൻ്റെ അസുഖമായിക്കൊള്ളട്ടെ, ശരീരത്തിൻ്റെ അസുഖമായിക്കൊള്ളട്ടെ, ഡയബറ്റീസ് ആയിക്കൊള്ളട്ടെ, പ്രഷർ ആയിക്കൊള്ളട്ടെ, കൊളസ്ട്രോൾ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സകല രോഗത്തെയും ആ പ്രാർത്ഥനയാവുന്ന ഭാനുക വൃക്ഷം നമ്മളിൽ നിന്ന് തുടച്ചു നീക്കും. നമുക്കും അതുപോലെ തന്നെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങാം.
നിത്യനായ ദൈവത്തിന് ആരാധന നടത്തി. ആരാധനയിൽ നിന്ന് നമ്മളെ ഒന്നും തടയരുത്. എൻ്റെ സർവശക്തനായ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആരാധിച്ച് തുടങ്ങണം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഏത് ഭവനത്തിലായിരിക്കുന്നോ അവിടുന്ന് നമുക്ക് ദൈവത്തെ ആരാധിച്ച് തുടങ്ങാം. അങ്ങനെ ആരാധിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയെ, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ, ആ കുടുംബത്തിന് ആവശ്യമാണ്. ആ കുടുംബത്തിലെ ആത്മാക്കൾക്ക് ആ വ്യക്തി അവിടെ ആയിരിക്കുന്നത് ആവശ്യമാണ്. അബ്രഹാം ഫിലിസ്തീൻ്റെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. നമുക്ക് നൽകിയ ദേശത്ത്, നൽകിയ ഭവനത്തിൽ നമുക്കും വളരെ കാലം താമസിക്കാം. അബ്രഹാത്തെ ഒരു മാതൃകയാക്കാം. ദൈവമേ, അതുപോലൊരു കൃപ ഞങ്ങൾക്കും തരണേ. ആമേൻ.